മെനിസ്കസിനുള്ള പരിക്ക് വളരെ കോമൺ ആയിട്ട് പ്രാക്ടീസിൽ കാണുന്നതാണ്. ലിഗമെന്റുകളുടെ പരിക്കുകളുടെ ഒപ്പമോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് മെനിസ്കസിന് പരിക്ക് വരാറുണ്ട്. മെനിസ്കസ് പരിക്കുള്ള പേഷ്യൻസിന് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് മെനിസ്കസ് പ്രിസർവേഷൻ ആണ്. മെനിസ്കസിനെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. വളരെ വിരളമായ സാഹചര്യങ്ങളിൽ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത മെനിസ്കസുകളുണ്ട്. അതായത് മെനിസ്കസിന്റെ ടിഷ്യൂ വളരെ ദുർബലമായി റിപ്പയർ ചെയ്താലും അത് ഹീൽ ചെയ്യാനുള്ള ചാൻസസ് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ ഉള്ള രീതിയിൽ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസ്, ഇറഡ്യൂസിബിൾ ബക്കറ്റ് ഹാൻഡിൽ ടയർ എന്ന് പറയും, അങ്ങനെയുള്ള ചില പരിക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ വളരെ വിരളമായിട്ട് മാത്രം നമ്മൾ മെനിസ്കസ് എടുത്തു കളയാറുള്ളൂ. ആ പോർഷൻ മാത്രം, ഡാമേജ് പോർഷൻ മാത്രം. എപ്പോഴും മെനിസ്കസ് പരിക്കുമായിട്ട് വരുന്ന പേഷ്യൻറ്റിനോട് മെനിസ്കസ് റിപ്പയർ തന്നെ വേണം, അല്ലെങ്കിൽ അതിന് തന്നെ നമ്മൾ ശ്രമിക്കുകയുള്ളൂ, മെനിസ്കസ് എടുത്ത് കളയില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മെനിസ്കസ് ഒരു ഷോക്ക് അബ്സോർബറാണ് മുട്ടിനകത്തുള്ള. മെനിസ്കസിനുള്ള പരിക്ക് നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ ഫുൾ മെനിസ്കസിലേക്ക് ആ പരിക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. രണ്ടാമത് മെനിസ്കസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എടുത്തു കളഞ്ഞാൽ മുട്ടിനകത്ത് തേയ്മാനത്തിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഫെയർ ബാങ്ക്സ് ചേഞ്ചസ് എന്നാണ് നമ്മളൊരു സയൻറ്റിഫിക് ടേംസിൽ അത് പറയുക. ഒരു മെനിസ്കസ് നമ്മൾ കാര്യമായിട്ട് എടുത്തു കളഞ്ഞാൽ 4 വർഷത്തിനുള്ളിൽ തേയ്മാനത്തിൻ്റെ ചാൻസ് വളരെയധികം കൂടുതലാണെന്നുള്ളതാണ് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത്.